നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ചെറുള്ളി, കരിവേപ്പില ആവശ്യത്തിന്, കുടംപുളി നന്നായിട്ട് കഴുകി ഇച്ചിരി തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കറിക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇവിടെ മല്ലിപ്പൊടി ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. ജസ്റ്റ് അത് ഒന്ന് പച്ചവെള്ളത്തിൽ കുഴച്ച് ഇങ്ങനെ വെച്ചേക്കുകയാണ്. നമ്മളിങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ മൺചട്ടിയിൽ വെക്കുമ്പം അടുക്കി പിടിക്കാതെ നന്നായി പ്രോപ്പറായി കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുന്നുണ്ട്. ചട്ടി ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് 2 ചെറിയ കടുക് ഇട്ട് കൊടുക്കാം. കടുകിനെ പോലെ ഈക്വലായിട്ട് തന്നെ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. രണ്ട് കരിവേപ്പില ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരുപാട് മൂക്കണ്ട. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വേണ്ട മസാലക്കൂട്ട് ചേർക്കാം. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പച്ചവെള്ളത്തിൽ ഈ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചേക്കുന്നതാണ്. നമ്മളിതിങ്ങനെ കുഴച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് പൊടി ചേർക്കുകയാണെങ്കിൽ അത് അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട കൊഴുപ്പും നല്ലൊരു കളറും നമുക്ക് ആവശ്യത്തിന് വരുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടി പിടിക്കത്തില്ല. വെള്ളം ഉള്ളത് കൊണ്ട് അടി പിടിക്കുകയില്ല. എന്നാൽ പക്ഷേ ആ തിളച്ച എണ്ണയിൽ കിടന്ന് അത് നന്നായി മൂത്ത് നല്ല കളറാവുകയും ചെയ്യും. അപ്പോൾ പോവുകയും ചെയ്യും. നമ്മളങ്ങനെ മസാല വെള്ളത്തിൽ ചാളിച്ച് ഇതിൽ ചേർത്തത് കൊണ്ട് കണ്ടില്ലേ, ഇത് അടിയിൽ പിടിക്കുന്നതേ ഇല്ല. നന്നായി നമ്മൾക്ക് എന്തോരം മൂക്കണം അതുവരെ നമുക്കത് വഴറ്റിയെടുക്കാം. അതൊന്നും ഇതിൻ്റെ പച്ച മണമെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരും. ഇത് മസാല മൂക്കുന്നതിൻ്റെ ഒരു മണം വരും. എല്ലാം പോയി എല്ലാവർക്കും നല്ലൊരു ഡാർക്ക് റെഡ് കളറായിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന നമുക്ക് ഉള്ള കുടംപുളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പുളിവെള്ളം ഇതിൽ ചേർത്തു. ആ പുളിയുടെ വെള്ളത്തിൽ നമ്മുടെ മസാലയെല്ലാം അരിഞ്ഞു. ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമ്മൾ മസാലയായിട്ട് ചേർന്ന് നന്നായി തിളച്ച ശേഷം മാത്രമേ മീൻ കഷ്ണങ്ങൾ ഇടാവുള്ളൂ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ഈ ഒരു പരുവത്തിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് വെക്കാം. പുളിയെല്ലാം നമുക്ക് ഇതിൽ നോക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇട്ടു. ഇനി നമുക്ക് 2-3 കരിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കാം. വാങ്ങുന്നതിന് മുന്നേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയോട്ട് അടച്ച് വെക്കാം 2 മിനിറ്റ്. നമ്മളിപ്പം അടച്ച് വെച്ചിട്ട് 2 നിമിഷം കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി കറി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടയ്ക്കാം. ഓക്കെ, തലേന്നൊക്കെ ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ തിളപ്പിച്ച ശേഷം എടുക്കുകയാണെങ്കിൽ ഇതിന് ഒന്നുകൂടെ രുചി കൂടുതലായിരിക്കും.